എൻ്റെ മോനെ, ഞാനിന്നില്ലേ വെള്ളിയാഴ്ച പള്ളിയിൽ ഇന്ന് പുറത്ത് നിന്നിട്ട് നിസ്കരിച്ചത്. 10 മിനിറ്റ് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ തീ പാറും കേട്ടോ. കൺസ്ട്രക്ഷൻ പണിയെടുക്കുന്ന ആൾക്കാർ, അതേപോലെ ഗ്രോസറിയിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഈ ഡെലിവറി കൊണ്ടുപോകുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പ്രായമുള്ള ആൾക്കാർ വരെ സൈക്കിളിൽ ഓടി പോകുന്നത്. എൻ്റെ റബ്ബേ, അവരുടെയൊക്കെ ഒരു അവസ്ഥ നമ്മളൊക്കെ എത്ര ശുക്ർ ചെയ്താലും ചെയ്യാവില്ല കേട്ടോ. കഫ്തീരിയയിലും റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടുകാരെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറു വിരലുകൾ കൊണ്ട് പോലും നിങ്ങളവരെ വേദനിപ്പിക്കരുത് കേട്ടോ. കാര്യം പഠിച്ചോ നിങ്ങളെ വിടൂല. നമുക്കൊക്കെ ഒരു 10 മിനിറ്റും കൂടെ നേരത്തെ വന്ന് ഈ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ പറ്റും. ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പാവങ്ങൾക്കേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അവരൊരു ദിവസം ജോലിക്ക് പോകാണ്ടിരുന്നാൽ അവർക്കൊരു കുബൂസ് വാങ്ങാനുള്ള പൈസയാണ് നഷ്ടമാവുക. നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നത് തണുത്തത് വേണോ ചൂട് വേണോ എന്നൊക്കെ ഓപ്ഷൻ എടുത്തിട്ടല്ലേ കുടിക്കുക. ഒരു ബസ്സിലേക്ക് കയറുമ്പോൾ ഒരു 2 ബോട്ടിൽ വെള്ളം, 2 ബോട്ടിൽ നമ്മൾ ഈ കൊക്കക്കോളയും പെപ്സിയൊക്കെ കുടിച്ചിട്ട് ഒഴിവാക്കുന്ന ആ ബോട്ടിലുണ്ടല്ലോ, അതിലെടുത്തിട്ട് ഈ പാവങ്ങൾ 2 ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതുമായിട്ടാണ് ഈ ബസ്സിലേക്ക്, ഈ ലേബർ ക്യാമ്പിലെ ബസ്സിലേക്ക് കയറുക. അത് വൈകുന്നേരം വരെ അത് വെച്ചിട്ടാണ് കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ഭരണാധികാരികളെ. ഈ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 12 മണി മുതൽ 11 മണി മുതലോ വൈകിട്ട് 3 മണി വരെ പുറത്തുനിന്ന് ആരെങ്കിലും ജോലി എടുക്കുന്നത് കണ്ടാൽ ആ ജോലി എടുക്കുന്ന തൊഴിലുടമയ്ക്ക് ഫൈൻ ഇടുന്ന ഭരണാധികാരി ഇവിടെ ഉള്ളതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ആശ്വാസം. പഠിച്ച റബ്ബാനെ.